വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട പോലീസ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി വിവാദം. ഒരു നിറത്തിലുള്ള കൊടി മാത്രം അനുവദിക്കാനാകില്ലെന്നും രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്ന തരത്തിൽ അലങ്കാരങ്ങൾ വേണമെന്നുമാണ് പോലീസ് സർക്കുലർ. എന്നാൽ കാവിക്കൊടി വിലക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബോധപൂർവ നീക്കമാണ് നടക്കുന്നതെന്നാണ് ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ആരോപണം. കാർഷിക സംസ്കൃതിയുടെ പൈതൃകം പേറി 850 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ വിവാദ സർക്കുലർ. ഒരു നിറത്തിലുള്ള കൊടി മാത്രം ഉപയോഗിച്ചാൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ആയതിനാൽ കൊടിതോരണങ്ങളിൽ വർണ്ണനിറങ്ങൾ വേണമെന്നുമാണ് പോലീസിന്റെ നിർദ്ദേശം. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഉത്സവ കമ്മിറ്റിയും ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും. ഈ ഒരു ഉത്സവത്തിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ കാവിയോട് എന്താണ് ഈ പോലീസിനും സർക്കാരിനുമുള്ള വിരോധമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. കാവിക്കൊടി വിലക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് പോലീസ് നടത്തുന്നതെന്ന ആക്ഷേപമാണ് ബിജെപി ഉന്നയിക്കുന്നത്. അതേസമയം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നതെന്ന വിമർശനവുമായി സിപിഎമ്മും രംഗത്തെത്തി. അവിടെ ഇരിക്കാൻ വേണ്ടി ഉപദേശ സമിതി പോലീസുകാർക്ക് വരെ കെട്ടിക്കൊടുത്ത ഷെഡ് വരെ അവര് കാവ്യ കൊണ്ട് അലങ്കരിച്ച് ശരിക്കും ഈ താല്പര്യങ്ങളെ അത് സ്വാർത്ഥ താല്പര്യമാണ് ഇതിനകത്ത് പിന്നിലുള്ളത്. ഇത് രാഷ്ട്രീയ താല്പര്യമാണ്. പരമ്പരാഗത ആചാരങ്ങളോടെ നടക്കുന്ന കാളിയൂട്ട് മഹോത്സവത്തിന്റെ ദിക്കുബലി തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് പോലീസിന്റെ സർക്കുലർ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിലുള്ളവർ വീട്ടിലടച്ചിരിക്കേണ്ട അവസ്ഥയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണ്. പിണറായി സർക്കാരിന് വികൃതമായ മുഖമെന്നും സതീശൻ വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുന്നവർ എല്ലാ ദിവസവും തലേ ദിവസം റൂട്ട് നോക്കണം. മുഖ്യമന്ത്രി ഏതി കൂടെയാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ റൂട്ട് നോക്കിയിട്ട് വേണം വഴിയിലിറങ്ങാൻ. മുഖ്യമന്ത്രി ഏതെങ്കിലും റൂട്ടിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ളവർ വീടിനകത്ത് കയറി വാതിലടച്ചിരിക്കണം. പുറത്തിറങ്ങാൻ പാടില്ല. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്? കരുതൽ തടങ്കലിൽ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാൻ, വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാൻ. പെരുമ്പാവൂരിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ യോഗം. വന്ന് പെട്ടെന്ന് പോലീസ് പറഞ്ഞ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അവർ ചോദിച്ചു എന്താണ് അവിടെ ചെന്നിട്ട് പറയാന്ന് പറയും. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ പറയാ വൈകുന്നേരം ഇത് ഉച്ചയ്ക്കാണ്, വൈകുന്നേരം ആകുമ്പോ മുഖ്യമന്ത്രി അതിൽ കൂടി പോകുന്നുണ്ട്. അത് കണ്ട് ഉച്ചയ്ക്ക് യോഗം ചേരാൻ പാടില്ലെന്ന്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ജനാധിപത്യ കേരളമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കൽ പാടില്ല എന്ന്. കരുതൽ തടങ്കൽ പാടില്ല. എറണാകുളത്ത് ഒരു പെൺകുട്ടിയാണ് കോളറിൽ പിടിച്ച് വലിച്ച് തലക്കടിച്ച് ഒരു CI അകത്തേക്ക് കയറ്റിയത്. പോലീസുകാരോട് ഞാൻ സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. പിണറായിയെ പേടിച്ച് കേരള ജനതയ്ക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് കെ.സി. വേണുഗോപാൽ. കെ. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ MP-മാർ ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും കെ.സി. വേണുഗോപാൽ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മണ്ഡലം സമ്മേളനം പോലീസ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജനങ്ങളെ ഇത്രയും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി ആദ്യമെന്ന് ഷാഫി പറമ്പിൽ. ജനങ്ങൾക്ക് മുഖ്യമന്ത്രി ബാധ്യതയായെന്നും ഷാഫി പറഞ്ഞു. എറണാകുളം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി. മുഖ്യമന്ത്രിക്ക് സുരക്ഷയുടെ പേരിൽ മണ്ഡലം സമ്മേളനം പോലീസ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. GST നഷ്ടപരിഹാരം വൈകുന്നു എന്നത് CPM-ന്റെ ക്യാപ്സ്യൂളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കിട്ടാനുള്ള നികുതി ചോദിച്ചു വാങ്ങാതെ അധിക ഭാരം ജനങ്ങളുടെ തലയിലിടുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. രാപ്പകൽ സമരത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. ഇന്നലെ ആരംഭിച്ച UDF-ന്റെ രാപ്പകൽ സമരം സമാപിച്ചു.
നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറയ്ക്കാനാണ് അനാവശ്യ വാദങ്ങൾ നിരത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രേഖകൾ നൽകാത്തതിനാൽ 5000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഒരു കൺഫ്യൂഷനും വേണ്ട. നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതായത് CPM ക്യാപ്സൂൾ ഇറക്കും ഇടയ്ക്കിടയ്ക്ക്. അയ്യോ, ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയല്ലോ, ഇനി 750 കിട്ടാനുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബാലഗോപാൽ മറച്ചു വെച്ചത് എന്താ? IGST പൂളിൽ നിന്ന് കിട്ടേണ്ട 5 കൊല്ലം കിട്ടേണ്ട 25,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് കൊടുത്തോ? ബജറ്റിലെ നികുതി വർധന പിൻവലിക്കില്ലെന്ന തീരുമാനത്തിലൂടെ സർക്കാർ പ്രതിപക്ഷത്തെയല്ല ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് രാപ്പകൽ സമരത്തിന്റെ സമാപനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സർവ്വജനങ്ങളെയും ബാധിക്കുന്ന ഒരു നികുതി, ഒരു അൺപോപ്പുലർ നികുതി എന്നും ആദർശപരമായി തന്നെ UDF-ഉം LDF-ഉം ഒക്കെ എതിർത്ത, കേരളം എതിർത്ത, ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം എതിർത്ത ഈ അധിക ഇന്ധന നികുതി അങ്ങ് ഏർപ്പെടുത്തുകയും എല്ലാം കഴിഞ്ഞ് കുഴിച്ചു മൂടിയ പോലെ ആ നിലയിൽ കേരളത്തെ ആക്കിയ ഈ സമരം അതുകൊണ്ട് തന്നെ വളരെ 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 ഗൗരവമുള്ള ഒന്നാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ MP-യും കോട്ടയത്ത് മോൻസ് ജോസഫ് MLA-യും UDF രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 മാസത്തിലധികമായി ദുരിതം അനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശാന്ത ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. 2012-ൽ സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിന് പിന്നാലെ 1 വർഷം മുൻപ് ഗർഭപാത്ര സംബന്ധമായ അർബുദവും പിടിപെട്ടു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം 9-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ ശാന്തയോട് സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വന്നു. എന്നാൽ കൈഞ്ഞരമ്പിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ ത്വക്കിലാണ് എടുത്തത്. ഇതുമൂലം കൈ നീര് വെച്ച് വീർക്കുകയും സ്കാൻ ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. വീട്ടിലെത്തിയതോടെ സ്ഥിതി വഷളായി. നീര് കൂടുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ശാന്തയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും കൈ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ശാന്തയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന വേദനയും ദുരിതവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചികിത്സാ ചിലവടക്കം നഷ്ടപരിഹാരം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്കിങ്ങനെ അമ്മക്ക് ഒന്നാമത് ഭയങ്കര വേദനയാണ്. അപ്പം ഇങ്ങനെ പരാതി അവർക്കെതിരെയാണ്, ആശുപത്രിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇതനുസരിച്ച് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. 10-35 ദിവസമായി അമ്മ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്തെങ്കിലും സഹായമൊക്കെ നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അമ്മ അനുഭവിച്ച വേദന നേരിൽ കണ്ട ഈ മകൻ നീതി തേടി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ഗൂഢാലോചന ഉണ്ടെങ്കിൽ പുറത്തുവരണമെന്നും എപ്പോൾ വിളിപ്പിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. കോഴ ആരോപണത്തിൽ ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇങ്ങനെ മറുപടി നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം പ്രത്യേക പരിരക്ഷയുള്ളതിനാൽ റിപ്പോർട്ട് വെളിപ്പെടുത്താനാകില്ലെന്നാണ് വിശദീകരണം. റിപ്പോർട്ടിന്റെ പകർപ്പ് ചോദിച്ച് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വിജിലൻസ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് തുടർ നടപടികൾക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട്. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൌൺസിലർ ഷാനവാസ് നഗരസഭാ കൌൺസിലിൽ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിഷേധം. പ്രതിപക്ഷ കൌൺസിലർമാർ യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞു. ഷാനവാസ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ തെളിവില്ലാതെ എന്തിന് രാജിയെന്ന നിലപാടിലാണ് ഷാനവാസ്. വിവാദങ്ങൾക്ക് ശേഷം ഷാനവാസ് നഗരസഭാ കൌൺസിൽ യോഗത്തിനെത്തിയപ്പോൾ പ്രതിപക്ഷവും പ്രതിഷേധം കടുപ്പിച്ചു.
യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. ഷാനവാസ് രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ചു. അയാൾക്ക് വേണ്ടി 50ഓളം അജണ്ടകൾ നിഷ്പ്രയാസം സെക്കൻഡുകൾ കൊണ്ട് പാസ്സാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തെ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചു എന്ന റിപ്പോർട്ട് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രമാത്രം അധപ്പതിച്ച ഒരു കൗൺസിൽ യോഗം ഇവിടെ ചേരേണ്ട ഗതികേടുണ്ടായിട്ടുള്ളത്. ആലപ്പുഴ നഗരത്തെ സംബന്ധിച്ച് ഇത്രയും അധപ്പതിച്ച ഒരു കൗൺസിലും ഭരണസമിതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. എന്നാൽ തനിക്കെതിരെ പോലീസിന്റെ കണ്ടെത്തലില്ലെന്ന് ഷാനവാസ് ന്യായീകരിച്ചു. പരാതി കൊടുത്തതല്ലല്ലോ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം വേറെ, പരാതി വേറെ. പരാതി കൊടുത്തവരെ കുറിച്ചുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അത് വരട്ടെ. പരാതി കൊടുത്തതിനകത്ത് സത്യവസ്ഥയുണ്ടെങ്കിൽ ഇത് ജില്ലാ പോലീസ് മേധാവിയല്ലേ, വലിയ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ആരല്ലേ, അന്വേഷിക്കട്ടെ. ഇതെല്ലാം ഇപ്പൊ 40 ദിവസമായിട്ടും ഈ അന്വേഷണങ്ങൾക്കൊന്നും തെളിവില്ലാത്ത എന്തുകൊണ്ടാണ്? പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ അജണ്ടകൾ വേഗത്തിൽ പൂർത്തിയാക്കി കൗൺസിൽ യോഗം പിരിഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് KSRTC സ്വകാര്യ ബസ്സുകളിൽ ഈ മാസം 28-നകം ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ക്യാമറ ഘടിപ്പിക്കാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കും. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പേരും ലൈസൻസും ബസ്സിനുള്ളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വാഹനാപകടം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്വകാര്യ KSRTC ബസ്സുകൾ കാരണമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനാണ് ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തത്. ബസ്സുകളുടെ മുൻപിലും പുറകിലും ക്യാമറകൾ ഘടിപ്പിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ഈ മാസം 28-ന് മുമ്പ് ക്യാമറ ഘടിപ്പിച്ചില്ലെങ്കിൽ ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കും. ക്യാമറ ഘടിപ്പിക്കുന്നതിന് സ്വകാര്യ ബസ്സുകളുടെ പകുതിയും KSRTC ബസ്സുകളുടെ മുഴുവൻ തുകയും കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി വഹിക്കും. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പേരും ലൈസൻസും ബസ്സിനുള്ളിൽ പ്രദർശിപ്പിക്കണം. ബസ്സുകളെക്കുറിച്ച് പരാതി നൽകേണ്ട ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പറും ബസ്സിൽ പ്രദർശിപ്പിക്കണം. പ്രൈവറ്റ് സ്റ്റേജ് ഗാരേജ് ബസ്സുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പേരും അവരുടെ ലൈസൻസിന്റെ നമ്പറും, അതുപോലെ ആ ബസ്സിനകത്തുള്ള കണ്ടക്ടറുടെ ലൈസൻസും ബസ്സിനകത്ത് കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ പുറകിലുള്ള ആ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വയലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ കൂടി അവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. ബസ്സുകൾ നിരീക്ഷിക്കുന്നതിന് ഓരോ ബസ്സുകളുടെയും ചുമതല ഓരോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് നൽകും. അപകടമുണ്ടായാൽ ഈ ഉദ്യോഗസ്ഥനും ഉത്തരവാദിത്തമുണ്ടായിരിക്കും. വാഹന ഉടമകൾ ഡ്രൈവറുടെ വിവരങ്ങൾ RTO ഓഫീസിൽ മുൻകൂട്ടി അറിയിക്കണം. മത്സരയോട്ടം കുറയ്ക്കുന്നതിന് ബസ്സുകളുടെ ക്ലസ്റ്റർ രൂപീകരിച്ച് വരുമാനം പങ്കിടുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ബസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മെഡിക്കൽ പരിശോധന 6 മാസത്തിൽ നടത്തണമെന്നും ഇതിന് NHRMന്റെ സഹായം തേടണമെന്നും നിർദ്ദേശമുണ്ട്. ബസ്സുകളുടെ സമയം നിശ്ചയിക്കാൻ സംസ്ഥാന തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 കൊച്ചി. പെൻഷൻ നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് KSRTC. ആദ്യഘട്ട പെൻഷൻ നൽകാൻ 12 കോടിയിലധികം രൂപ വേണമെന്ന് KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. 45 ദിവസത്തിനുള്ളിൽ 10 കോടി രൂപയിൽ കൂടുതൽ കണ്ടെത്താനാവില്ല. KSRTCയിൽ നിന്ന് 2022 മാർച്ച് 31 മുൻപ് വിരമിച്ച 174 ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യാനാകുമോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ഹൈക്കോടതി ജഡ്ജിയെ യൂട്യൂബ് ചാനൽ വഴി അധിക്ഷേപിച്ചെന്ന കേസിൽ KM ഷാജഹാന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ കൈക്കൂലി ആരോപണ കേസിലെ പ്രതികരണത്തിനാണ് കേസ്. യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ അധിക്ഷേപത്തിൽ ഹൈക്കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ കേസെടുക്കുകയായിരുന്നു. BBC-യുടെ ഡൽഹി, മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. ഇന്ന് രാവിലെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ സംഘമെത്തി പരിശോധന തുടങ്ങിയത്. റെയ്ഡല്ല, സർവേ മാത്രമാണ് എന്നാണ് അനൌദ്യോഗിക വിശദീകരണം. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. പരിശോധന തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ജീവനക്കാരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഓഫീസിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള പ്രവേശനവും തടഞ്ഞു. രാജ്യാന്തര നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പരിശോധന എന്നറിയുന്നു. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിലുള്ള
സർക്കാരിന്റെ അമർഷമാണ് റെയ്ഡിന് പിന്നിലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് ജയറാം രമേശും ട്വീറ്റ് ചെയ്തു. BBC ഓഫീസുകളിലെ പരിശോധനയും ഡോക്യുമെന്ററിയും തമ്മിൽ ബന്ധമില്ലെന്ന് കെ സുരേന്ദ്രൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചു. അല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമല്ലോ. അതിന് നമ്മളെന്തിനാണ് ഇത്രയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ രാജ്യത്ത് നടക്കുന്നത്. അപ്പം നിയമം അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോകും. BBC അല്ല ആരായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ഈ രാജ്യത്ത് നടക്കുള്ളൂ. നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടക്കും. ഡോക്യുമെന്ററി വരുന്നതുകൊണ്ടൊന്നല്ല. ഡോക്യുമെന്ററി വരുന്നതുകൊണ്ടാണെന്ന് നിങ്ങളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തടസ്സപ്പെടുത്താൻ എന്തിനാണ് ശ്രമിക്കുന്നത്? മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക്. അദാനി വിവാദം അടക്കം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദാനിയുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒളിക്കാനും ഭയക്കാനും ഒന്നുമില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയതിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ആരോപണങ്ങളോട് അമിത്ഷാ പ്രതികരിച്ചു. സഭാരേഖകളിൽ നിന്ന് അംഗങ്ങളുടെ പരാമർശം നീക്കുന്നത് ആദ്യമല്ല. സഭ്യമായ ഭാഷ ഉപയോഗിച്ച് ചട്ടപ്രകാരം ചർച്ച നടക്കേണ്ട സ്ഥലമാണ് പാർലമെന്റെന്നും അമിത്ഷാ പറഞ്ഞു. अभी सुप्रीम कोर्ट ने केस का संज्ञान लिया है. देश की कैबिनेट के सदस्य नाते जब सुप्रीम कोर्ट ने किसी मैटर को सीज किया हो उस वक्त मेरे लिए बोलना ठीक नहीं होगा. परंतु इसमें बीजेपी के लिए कुछ छुपाने को नहीं है और ना किसी बात से डरने की जरूरत. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല PFI നിരോധനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PFI തീവ്രവാദത്തെയും മതവിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് PFIക്കെതിരായ നടപടികൾ വേഗത്തിലാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞു. मैंने ये कहा कि PFI के कैडर पर अलग अलग प्रकार के केस थे. वो केस को समाप्त करने का प्रयास कांग्रेस सरकार द्वारा किया गया जिसको कोर्ट ने रोका है. अब इसमें इनको बुरा लगाने जैसा क्या? या तो आप प्रयास न करते, प्रयास करोगे तो सुनना पड़ेगा. और दूसरी ओर हमने PFI को बैन किया है, सफलतापूर्वक बैन किया है. और मैं मानता हूं कि PFI इस देश में धर्मांधता और कट्टरता बढ़ाने वाला ऑर्गेनाइजेशन था. टेररिज्म का एक प्रकार से रॉ मटेरियल तैयार करने का वो लोग प्रयास कर रहे थे. कई ऐसे डॉक्यूमेंट मिले हैं जो बताते हैं कि इनकी गतिविधियां देश की एकता और अखंडता के लिए अच्छी नहीं थी. तो हमने वोट बैंक की पॉलिटिक्स से ऊपर उठकर इस पर कठोरतापूर्वक बैन लगाने का फैसला किया है. एक समय था जब PFI दक्षिण कर्नाटक और केरल का प्रॉब्लम था. जब हमने बैन लगाने का फैसला दिया इस वक्त कि PFI ने देश भर में अपना काम फैलाने का शुरुआत भी कर दी थी, काफी हद तक फैला भी चुके थे. और कुछ इस प्रकार की एजेंसियों के पास सूचनाएं भी आई जिसमें देरी करना या शंका का लाभ देना ठीक नहीं था. इसलिए हमने इस पर निर्णय किया और कठोरता के साथ बैन लगाया है और बहुत अच्छे तरीके से समाज में कोई रिएक्शन आइदर और साइड से नहीं है. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ സീറ്റുകളുടെ എണ്ണവും വോട്ട് ഷെയറും വർദ്ധിപ്പിച്ച് BJP അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ പറഞ്ഞു. BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് CPMഉം കോൺഗ്രസും ഒന്നിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. त्रिपुरा के अंदर हमारी सीटें भी बढ़ाएंगे और वोट प्रतिशत भी हमारा बढ़ेगा. और इसका सबसे बड़ा परिचायक है कि यहां पर जिस कांग्रेस पार्टी के ऑर्गेनाइजेशनल कैडर के सैकड़ों लोगों की हत्या कम्युनिस्ट शासन में हो गई थी, वो कांग्रेस पार्टी ने बहुत कम सीटें लेकर कम्युनिस्टों के साथ समाधान किया है. और जो कम्युनिस्ट पार्टी कभी त्रिपुरा में किसी के साथ नहीं जाती थी, वो कम्युनिस्ट पार्टी ने भी कांग्रेस के साथ समाधान किया है. इसका मतलब है वो दोनों ये बात को स्वीकार कर चुके हैं कि हम अकेले भारतीय जनता पार्टी को नहीं हरा सकते. और ये हमारे लिए बहुत अच्छी पोजीशन है. मैं मानता हूं कि हम त्रिपुरा में हम अब तक का हमारा सबसे अच्छा परिणाम इस बार लेकर आएंगे. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും.
വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നണികൾ. BJP, IPFT സഖ്യത്തിനും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്രമോത്ത പാർട്ടിയും ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. 50-ലധികം സീറ്റുകൾ നേടി അധികാരം നിലനിർത്താനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ BJPക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ മടങ്ങിവരുമെന്നും ഇടത് കോൺഗ്രസ് വോട്ടുകൾ ഒപ്പം നിർത്താനായാൽ BJPയെ പരാജയപ്പെടുത്താനാകുമെന്നുമാണ് കോൺഗ്രസ് CPM നേതാക്കളുടെ പ്രതീക്ഷ. 42 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന തിപ്രമോത്ത പിടിക്കുന്ന വോട്ടുകളായിരിക്കും ത്രിപുര വിധിയിൽ നിർണായകമാവുക. ത്രിപുരയിലെ BJP സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് CPM ത്രിപുര സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി ന്യൂസ് 18നോട്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഗോത്രമേഖലയിലടക്കം സംസ്ഥാനത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് BJPയുടെ അതിക്രമമാണ് നടക്കുന്നതെന്നും CPM കോൺഗ്രസ് സഖ്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ജിതേന്ദ്ര ചൌധരി ന്യൂസ് 18നോട് പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ 4ാം വാർഷികത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ സ്മരിച്ച് രാജ്യം. പുൽവാമയിലെ ലത്പോറയിലെ സ്മാരകത്തിൽ CRPF ജവാന്മാർ പുഷ്പചക്രം അർപ്പിച്ചു. രാജ്യത്തെ വിവിധയിടങ്ങളിലും അനുസ്മരണ പരിപാടികൾ നടന്നു. ധീര ജവാന്മാരുടെ പരമമായ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഫെബ്രുവരി 14 CRPF വാഹന വ്യൂഹത്തിന് നേരെ ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. 1.5 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷിയാണ് നശിച്ചത്. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചേരിയാർ സ്വദേശിയായ ഇസ്രായേൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. ബാങ്ക് വായ്പയെടുത്താണ് കുടുംബം കൃഷി നടത്തിയിരുന്നത്. ഇസ്രായേലിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യ റജീനയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി നടത്തിയിരുന്നത്. ഏലച്ചെടികൾ പൂർണ്ണമായും നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. കുടുംബത്തിലെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. இப்போ இதில் 3 நாளாக வந்து ஆனை எல்லாம் செடியெல்லாம் அம்புட்டும் நொறுக்கி எல்லாம் அம்புட்டும் கையால் எல்லாம் பொழிச்சு எல்லாம் செஞ்சுக்கிட்டு இருக்கு. எங்களுக்கு வேறு ஒரு நிமிர்த்தியும் இல்லை. இனி வாங்கல பரிசை கட்டணுமோ எடுக்கணும்னாலும் ஒரு நிமிர்த்தி இல்லை. நாங்கள் எங்கள் உயிர் போகிறத தவிர எங்களுக்கு வேறு ஒன்றுமே செய்ய முடியாது. எங்களுக்கு ஒரு வழியும் தெரியலை. நாங்கள் ஆத்மஹத்தியை செய்கிறத தவிர வேறு எந்த ஒரு வழியுமே தெரியாது. இது இந்த சர்க்கார் பார்த்து எங்களுக்கு ஒரு நியாயம் கிடச்சி எங்களுக்கு எதனாலும் ஒரு ഉദവി ചെയ്യുന്നതിക്ക് ഉള്ള ഇത് ഏർപ്പാട് அவங்க ചെയ്യണം. കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും ബാങ്ക് വായ്പയും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റു കൃഷിയിടങ്ങളിലും നാശം വിധിച്ചിട്ടുണ്ട്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനും ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുന്നതിനുമായി ഹൈറേഞ്ച് സർക്കിൾ CCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത ദേശീയ പട്ടികവർഗ കമ്മീഷൻ. വിഷയത്തിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് പട്ടികജാതി കമ്മീഷൻ തള്ളി. പുതിയ റിപ്പോർട്ട് 4 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് മെഡിക്കൽ കോളേജ് ACPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിശ്വനാഥന്റെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പിശകുകൾ ചൂണ്ടിക്കാട്ടിയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നടപടി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്താത്തതിൽ വീഴ്ച സംഭവിച്ചതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം തന്നെ കേസെടുക്കണമെന്ന് പോലീസിന് കമ്മീഷൻ BS മാവോജി നിർദ്ദേശം നൽകി. അസ്വാഭാവിക മരണത്തിന് മാത്രമായി കേസെടുക്കുന്നത് ശരിയല്ല. ഒരാൾ വെറുതെ ആത്മഹത്യ ചെയ്യില്ല. കറുത്ത നിറമുള്ള ആളുകളെ കാണുമ്പോഴുള്ള മനോഭാവം മാറണം. നിറം കറുപ്പായതിനാലും മോശം വസ്ത്രം ആയതിനാലും വിശ്വനാഥനെ ആളുകൾ കളിയാക്കി കാണും. ST പ്രമോട്ടറുടെ മൊഴിയെടുക്കാത്തതിലും വീഴ്ചയുണ്ട്. കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായ മെഡിക്കൽ കോളേജ് ACP K സുദർശനോടാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അതിനിടെ സംഭവത്തിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേള. അർജുൻ ആയങ്കിക്കെതിരെ ഭാര്യയുടെ പരാതി. നിരന്തര ഗാർഹിക പീഡനമെന്ന് അമല. അർജുൻ ആയങ്കിയുടെ കുഴൽപ്പണ ഇടപാടുകൾ അറിയാമെന്നും അമലയുടെ വെളിപ്പെടുത്തൽ.
എനിക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അർജുനായിരിക്കും, അർജുനായിയുടെ സുഹൃത്തുക്കൾക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും. ഞാനിപ്പോൾ വളപട്ടണം സ്റ്റേഷനിലാണ് ഉള്ളത്. എന്നെ ഇവിടുന്ന് വിളിപ്പിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. ശരിക്കും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുള്ളിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പുള്ളി ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കെടുത്ത് അയച്ചു തന്നു. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു കാര്യം ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം മാക്സിമം ഞാൻ ടോക്സിക് ആണെന്നും ഞാൻ അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ഇടുന്നുണ്ട്, മറ്റുള്ളവരോട് പറയുന്നത്. ഇതെല്ലാം പോലെ 2 തവണ ഞാൻ അബോർഷൻ ചെയ്തു കളഞ്ഞത് എനിക്ക് ഭ്രാന്തായിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നാണ് ഇയാൾ എല്ലാവരോടും പറയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഇയാളുടെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞതാണ്. ഇങ്ങനെയാണ് അർജുൻ പറയുന്നത്. എനിക്ക് ഭ്രാന്താണ് എങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഞാൻ വയറ്റിൽ വെച്ച് കൊന്നു കളയാനുള്ള ധൈര്യം കാണിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായി പോയാലും അത് അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ വളപട്ടണം സ്റ്റേഷനിൽ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് മുന്നോട്ട് സർവൈവ് ചെയ്യണം. എൻ്റെ അമ്മയും വീട്ടുകാരെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങി വന്ന ആളാണ് ഞാൻ. ഒരു നല്ല ആളുടെ കൂടെയാണ് ഇറങ്ങി വന്നെങ്കിൽ പ്രശ്നമില്ല. വീണ്ടും ഒരു പോലീസ് കേസ്, എൻ്റെ ആ വീട്ടിൽ പോലീസ് കയറി, എൻ്റെ അമ്മയുടെ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയും കുറേ ഫേസ് ചെയ്തു. പോലീസുകാർ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അവരുടെ പണിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായി. എന്നിട്ട് പോലും എൻ്റെ അമ്മ ഇപ്പോഴല്ല, ആ സമയത്തൊന്നും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കാരണം, ഇത്രയും അനുഭവിച്ച് എൻ്റെ സ്റ്റഡിയും ഡ്രോപ്പായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കോമ്പൻസേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? അപ്പം ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ എനിക്ക് ചിലവിനുള്ള പൈസ 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇടാമെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ എനിക്ക് പോകാൻ പോലും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് വാങ്ങാം, എൻ്റെ അമ്മ ചോദിച്ചാൽ തരും. പക്ഷേ ഇത്രയും ഞാൻ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനിയും ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഈ പുള്ളിക്കാരനോട് വളപട്ടണത്തെ SI വിളിച്ച് സംസാരിച്ചപ്പോൾ 1000 രൂപ തരാം പോകാനുള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കിയും തരാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. തന്നല്ലേ പറ്റൂ. കാരണം നമ്മളെല്ലാം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ അനുഭവിച്ച് കസ്റ്റംസ് എൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് പോലും ഞാൻ ആരെയും ടോർച്ചർ ചെയ്യാനോ ആരെയും ഉപദ്രവിക്കാനോ ആർക്കെതിരെയും തെളിവ് കൊടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കഴിവില്ലാഞ്ഞിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ ആയിരുന്നില്ല, ഭർത്താവ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടുകൂടി ആയിരിക്കാം. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ കൂടെ ഇന്നലെ അയാൾ ഇൻസ്റ്റയിലിട്ട പോസ്റ്റും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. പ്രണയം മറക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചു. ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പറ്റിച്ച് ഞാൻ ഇയാളോട്ട് റിലേഷനുള്ള സമയത്ത് എൻ്റെ സ്വർണം വിറ്റുവരെ ഞാൻ ഇയാളുടെ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഹെഡ്സെറ്റ് വാങ്ങാൻ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നെ കാണാൻ എറണാകുളത്ത് വന്നിട്ട് പോകുമ്പോൾ 2000-ൻ്റെ നോട്ട് എണ്ണി നോക്കാതെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അർജുനായികി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എൻ്റെ അടുത്ത് പലതവണ, ഒരു തവണ ഇവരുടെ മാമൻ്റെ തലയിൽ ബക്കറ്റ് വീടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 20,000 രൂപ സ്പോട്ടിൽ ഇട്ട് കൊടുത്തു ഞാൻ. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും മാക്സിമം എത്ര രൂപ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പൈസയുള്ള ആളായിട്ടൊന്നും അല്ല. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്ക് ചിലവിന് തരുന്ന പൈസ. നിലമ്പൂർ നെടുങ്കയം ഡിപ്പോയിലെ തേക്ക് തടി ലേലത്തിൽ വിറ്റുപോയത് റെക്കോർഡ് വിലയ്ക്ക്. ഒറ്റത്തടിക്ക് നികുതി ഉൾപ്പെടെ ലഭിച്ചത് 22 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ കരുളായി നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയിൽ നടന്ന ലേലത്തിലാണ് തേക്കുതടി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് പോയത്. തിരുവനന്തപുരം വൃന്ദാവൻ ടിംബേഴ്സ് ഉടമ ഡോക്ടർ അജീഷാണ് തടി സ്വന്തമാക്കിയത്. 1909 ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ചതും നെടുങ്കയം ഡിപ്പോ പരിസരത്ത് നിന്നിരുന്നതുമായ തേക്ക് തടിയാണിത്. 3.24 ഘനമീറ്ററുള്ള ഈ തേക്ക് തടിക്ക് 274 സെന്റിമീറ്റർ മധ്യവണ്ണവും 6.8 മീറ്റർ നീളവുമുണ്ട്. കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടിക്ക് ഘനമീറ്ററിന് 5,55,000 രൂപ പ്രകാരമാണ് വില ലഭിച്ചത്. 27% നികുതി കൂടി ഉൾപ്പെടുത്തിയാണ് 22 ലക്ഷം രൂപ. നിലമ്പൂരിന്റെ തേക്ക് ലേലത്തിലെ ചരിത്രവിലയാണിത്. പാലക്കാട് ടിംബർ സെയിൽ DFO വിമലാണ് ലേലത്തിന് നേതൃത്വം നൽകിയത്. ഈ തടി സ്വന്തമാക്കാൻ നിലമ്പൂരിലെ പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 മലപ്പുറം. രാജ്യാന്തര കോണ്ടം ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബോധവൽക്കരണ പരിപാടി. എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് തലസ്ഥാന നഗരിയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ സെമിനാറും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. 2025 ഇന്ത്യയിലെ ആദ്യ HIV രഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി രാജ്യാന്തര കോണ്ടം ദിനാഘോഷം സംഘടിപ്പിച്ചത്. അയ്യങ്കാളി ഹാളിൽ നടന്ന പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം കലാപരിപാടികളും അരങ്ങേറി. ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് സെമിനാറിൽ പങ്കെടുത്ത ആരോഗ്യ വിദഗ്ധർ.
കോണ്ടത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നത് ഗർഭനിരോധനത്തിന് പുറമെ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷ തേടാനും സഹായകരമാകുമെന്നും ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ശ്യാം പ്രസാദ് അഭിപ്രായപ്പെട്ടു. തലസ്ഥാന നഗരിയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച സംഗീത നിശയും കൗതുകമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന് തുടക്കമിട്ട് RBI. ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സാമ്പത്തിക സാക്ഷരതാ വാരം RBI സംഘടിപ്പിക്കുന്നത്. ഉപഭോക്താക്കളിലും സാധാരണക്കാരിലും സാമ്പത്തിക വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് RBIയുടെ ലക്ഷ്യം. സമ്പാദ്യശീലം, ആസൂത്രണം, ബജറ്റിംഗ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ഊന്നൽ നൽകിയാണ് ഈ വർഷത്തെ സാമ്പത്തിക സാക്ഷരതാ പ്രചാരണം. കേരളത്തിലെ പ്രമുഖ ബാങ്കുകളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. വാരാചരണത്തിന്റെ ഭാഗമായുള്ള പോസ്റ്ററുകൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പ്രകാശനം ചെയ്തു. 17-ന് സാമ്പത്തിക സാക്ഷരതാ വാരാചരണം സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം